ആലപ്പുഴയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആലപ്പുഴ മാന്നാറിൽ സൂപ്പർ മാർക്കറ്റിൽ മദ്യപന്റെ പരാക്രമം. തലവടി സ്വദേശിയായ ബൈജുവിനെ ജീവനക്കാർ പോലീസിൽ ഏൽപ്പിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ആലപ്പുഴ മാന്നാറിൽ സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ് ഈ മദ്യപന്റെ ഈ പരാക്രമം. നമുക്കിപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. 5 മണിയോടുകൂടിയായിരുന്നു മാന്നാറിലെ ഒരു സൂപ്പർ മാർക്കറ്റിലെ അതിക്രമം ഉണ്ടായത്. ബ്ലീച്ചിങ് പൗഡർ വാങ്ങാൻ വേണ്ടി എത്തിയതാണ് തലവടി സ്വദേശിയായ യുവാവ്. ബ്ലീച്ചിങ് പൗഡർ വാങ്ങാനെത്തി ബ്ലീച്ചിങ് പൗഡർ ഉണ്ടോ എന്ന് ചോദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു. ഇത് പന്തിയല്ല എന്ന് തോന്നി യുവാവ് വേഗത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നിറങ്ങി ബൈക്ക് എടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കണ്ടത്. ഈ സമയം ആ വനിതാ ജീവനക്കാര് ഇങ്ങനെ ഒരാൾ വന്ന് മോശമായി പെരുമാറി എന്ന് അവിടുത്തെ പുരുഷ ജീവനക്കാരോട് പറയുകയും അയാള് ഈ യുവാവിനെ തിരക്കി എത്തിയപ്പോഴത്തേക്ക് ഇയാള് വളരെ വേഗതയിൽ ബൈക്ക് ഓടിച്ച് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പക്ഷേ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ അയാളുടെ ബൈക്കിനെ പിടിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇയാൾ വേഗം കൂട്ടുകയും ആ യുവാവ് മറിഞ്ഞു വീഴുകയും ചെയ്തു. 50 മീറ്ററോളം മുന്നോട്ട് നീങ്ങിയതിനു ശേഷമാണ് ബൈക്ക് നിന്നത്. ഈ യുവാവ് തന്നെ ഈ ബൈക്കിന്റെ താക്കോല് എടുക്കുകയായിരുന്നു. ഈ സംഭവം നടന്നതിന് വെളിപ്പാട് അകലെയാണ് മാന്നാർ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പലതവണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നുള്ളൊരു പരാതി ജീവനക്കാർക്കുണ്ട്. തുടർന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരാൾ നേരിട്ടെത്തി പോലീസ് സ്റ്റേഷനിൽ പറയുകയായിരുന്നു ഇങ്ങനെ ഒരു അതിക്രമം നടന്നു. ആ അതിക്രമം നടത്തിയ ആളെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ശരി രഘു, ആലപ്പുഴ മാന്നാറിൽ സൂപ്പർ മാർക്കറ്റിലാണ് ഈ മദ്യപന്റെ പരാക്രമം. പക്ഷേ എനിക്കൊരു ഇത് പറ്റിയതാണ്. ഞാൻ വിചാരിച്ചു ഈ മഞ്ഞ ഉടുപ്പിട്ട ആളാണ് ഈ മദ്യപൻ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ബൈക്കിൽ പോകുന്ന ആളാണ് ഈ മദ്യപിച്ചിട്ടുള്ള ആള്. അയാൾ വനിതാ ജീവനക്കാരോട് മോശമായി പെരുമാറിയിട്ട് ഈ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട ആള് അദ്ദേഹത്തിന് പിന്നാലെ പോവുകയും അയാൾ റോഡിലേക്ക് വീഴുകയും ഉണ്ടായത്. എന്തായാലും ഈ ബൈജുവിനെ ജീവനക്കാർ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രഘുനാഥ് നാരായണൻ പങ്കുവയ്ക്കുന്ന വിവരം.